അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. നാം എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയാത്ത അറിവുകളാണ്. ഇന്ന് പുതിയൊരു അറിവുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് സ്ക്രോൾ ചെയ്യാതെ എല്ലാവരും കണ്ട് ഇൻഷാ അല്ലാഹ് കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ഉപകാരപ്പെട്ടെങ്കിൽ അറിയിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കുന്ന ഇൽമ് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും കുളിക്കുന്നവരാണ്. കുളിക്കുമ്പോൾ പല ആളുകളും, കൂടുതൽ ആളുകളും മടിയന്മാരാണ് കുളിക്കുമ്പോൾ എണ്ണ തേക്കുക എന്നുള്ളത്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഒന്നരാടം എണ്ണയിട്ടിരുന്നു എന്ന് നമുക്ക് കാണാം. എണ്ണയിടൽ, തലയിലും ശരീരത്തിലൊക്കെ എണ്ണയിടൽ, ഒന്നരാടം എണ്ണയിടൽ സുന്നത്താണ്. ആ ഒരു സുന്നത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ ശരീരത്തിലെ മുടികൾക്കും രോമങ്ങൾക്കും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അഴുക്കുകളൊക്കെ തന്നെ പോകാൻ വലിയ കാരണമാണ് എണ്ണയിടുക എന്നുള്ളത്. ഇത് പലപ്പോഴും നമുക്ക് മടിയാണ്. പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിൽ നല്ല മഞ്ഞുള്ള സമയത്ത് ശരീരത്തിൻ്റെ വലിച്ചിലുകളൊക്കെ തൊലിയൊക്കെ ഒട്ടിപ്പോവുകയും തൊലിയൊക്കെ ഉണങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒന്നരാടം എണ്ണിട്ട് കുളിച്ചാലൊക്കെ വലിയ റാഹത്താണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്കത് ആ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ എണ്ണയിടുമ്പോൾ, നമ്മൾ ശരീരത്തിലേക്ക് എണ്ണ പുരട്ടുമ്പോൾ അതിനൊരു ഓർഡർ മഹത്തുക്കൾ കിതാബിൽ പറഞ്ഞത് കാണും. ആദ്യം നമ്മൾ എണ്ണ തേക്കുമ്പോൾ നമ്മുടെ രണ്ട് പുരികത്തിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് എണ്ണ ഇങ്ങനെ രണ്ട് പുരികത്തിൽ നമ്മൾ തേക്കാം. പിന്നെ രണ്ടാമത് നമ്മുടെ മീശയിലാണ് എണ്ണ പുരട്ടേണ്ടത്. നമ്മളെ മീശയിലിങ്ങനെ എണ്ണ പുരട്ടാം. മൂന്നാമതായിട്ട് മൂക്കിൻ്റെ ദ്വാരങ്ങളിലൊക്കെ എണ്ണ ഇങ്ങനെ നമ്മൾ പുരട്ടാം. നാലാമതായിട്ടാണ് തലയിൽ നല്ലോണം എണ്ണ, മുടികളിലൊക്കെ എണ്ണ തേച്ച് പിടിപ്പിക്കുക. ആ രീതിയിലാണ് കിതാബുകളിലൊക്കെ കാണുന്നത്. അഞ്ചാമതാണ് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലൊക്കെ എണ്ണ തേക്കേണ്ടത്. എണ്ണ തേക്കുമ്പോൾ നമ്മൾ സാധാരണ എണ്ണ തേച്ച് കഴിഞ്ഞാൽ സോപ്പിട്ടാണ് കുളിക്കുന്നത്. സോപ്പിടുമ്പോൾ ഈ ഗ്ലിസറിൻ മിക്സ് ചെയ്തിട്ടുള്ള മെഡിമിക്സോ പോലെയുള്ളതായ അല്ലെങ്കിൽ പിയേഴ്സ് പോലത്തെ, അതല്ലെങ്കിൽ ആയുർവേദ സോപ്പുകളിട്ട് നമ്മൾ കുളിക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ശരീരത്തിലുള്ള തൈലം തേച്ചാലും എണ്ണ തേച്ചാലൊക്കെ പെട്ടെന്ന് അത് ശരീരത്തിൽ നിന്ന് പോകാൻ അത് കാരണം. മാത്രമല്ല ഗ്ലിസറിനൊക്കെ ഉള്ള സോപ്പൊക്കെ ആകുമ്പോൾ നമ്മളെ ശരീരത്തിന് ആ ഒരു എണ്ണയുടെ മയം നിലനിൽക്കുകയും ചെയ്യും, എന്നാൽ എണ്ണ പോവുകയും ചെയ്യും. ആ രീതിയിൽ ശരീരത്തിൽ ഒരുപാട് ഗുണമുള്ളതാണ്. അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവരും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താം. മുത്തുനബിയുടെ സുന്നത്തുകൾ അനുധാവനം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ആരോഗ്യം ആയുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ അറിവുകളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.